പ്രമേഹ രോഗം ഇന്ന് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരിലെ പോലും വ്യാപകമായി കൂടി വരുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. പലപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് രക്തപരിശോധന നടത്തുമ്പോഴായിരിക്കും പ്രമേഹ രോഗം ഉണ്ട് എന്ന് അറിയാൻ പറ്റുന്നത്. എത്ര വർഷമായിട്ട് ഉണ്ട് എന്ന് പോലും പലർക്കും അറിയത്തുണ്ടാകത്തില്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് തുടക്കത്തിലെ പലർക്കും പ്രമേഹ രോഗം വരുന്നത് തിരിച്ചറിയാൻ പറ്റാറില്ല എന്നുള്ളതാണ്. സാധാരണ പ്രമേഹ രോഗം എന്ന് പറയുമ്പോൾ അമിതമായ വിശപ്പ്, അമിതമായ ദാഹമൊക്കെ കാണുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ പലരിലും ഈ ലക്ഷണങ്ങൾ കാണാറില്ല. വളരെ തുടക്കത്തിൽ തന്നെ പ്രമേഹ രോഗം പലരിലും കാണിക്കുന്ന 5 ലക്ഷണങ്ങൾ പറഞ്ഞുതരാം. ഇത് ചെറുപ്പക്കാരിൽ കണ്ടാൽ പോലും നിങ്ങളൊന്ന് വെറും വയറ്റിലെ ബ്ലഡ് ഷുഗർ നോക്കുകയോ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് നോക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. പ്രധാനമായിട്ടുമുള്ള ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ്. എപ്പോഴും ക്ഷീണം, കിടക്കണമെന്നൊരു തോന്നൽ, ഒരു കാര്യവും ചെയ്യണമെന്ന് തോന്നലുണ്ടാകത്തില്ല. ഇത് പ്രമേഹ രോഗം തുടങ്ങുന്നു എന്ന് ശരീരത്തിൽ വരുന്ന ഒരു ലക്ഷണമാണ്. രണ്ടാമത്തത്, ശരീരത്തിൽ വരുന്ന മുറിവുകൾ ശരിയായിട്ട് ഉണങ്ങുന്നതിന് താമസം വരുന്നു. അതായത് ഒരുപാട് താമസം വരുമെന്നോ അല്ലെങ്കിൽ ഉറങ്ങാതെ ഇരിക്കുമെന്ന് അർത്ഥമില്ല. 2 ദിവസത്തിൽ, അല്ലെങ്കിൽ ഇന്ന് മുറിവുണ്ടായി ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തെയോട് കൂടി ഒന്ന് ഉണങ്ങേണ്ട മുറിവ് 3-4 ദിവസത്തിലേക്ക് മാറിയെന്ന് വരാം. അതാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് വരുന്ന മങ്ങല്. നമ്മൾ വിഷൻ കാണുന്ന സമയത്ത്, ഇപ്പം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ അനുഭവപ്പെടുക, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ കാഴ്ച തിരിച്ചു വന്നു വരും. ഇങ്ങനെ ചെറിയ കാഴ്ചയിൽ വരുന്ന വ്യത്യാസം പ്രമേഹത്തിന്റെ തുടക്കത്തിൽ കാണുന്ന ലക്ഷണമാണ്. കാഴ്ച മങ്ങുന്നത് പോലെ തന്നെ ശരീരഭാരം പെട്ടെന്ന് കുറയുക, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, ഡയറ്റ് ഒന്നും ചെയ്യുന്നില്ല, ശരീരഭാരം ഗ്രാജുവലി കുറഞ്ഞു വരുന്നു. ഇത് പ്രമേഹ രോഗത്തിന്റെ ലക്ഷണമാകാം. ശരീരത്തിന്റെ പല ഭാഗങ്ങൾ, പ്രത്യേകിച്ച് തുടയിടുക്കിലോ കക്ഷഭാഗത്തോ ശരീരത്തിലെ മടക്കുകളിൽ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിലും പ്രമേഹത്തിന്റെ ലക്ഷണമാകാനുള്ള സാധ്യതയുണ്ട്. ഫംഗസ് രോഗമില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഭാഗത്ത് ചൊറിച്ചിലുണ്ടെങ്കിലോ രക്തപരിശോധനയിൽ ഷുഗർ ഉണ്ടോ എന്ന് പരിശോധിച്ചിരിക്കണം. ഇത് എല്ലാ ചെറുപ്പക്കാരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ